السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഈ ഒരു അനുഗ്രഹീത വേദിയിൽ അനുഗ്രഹീത സമയം നമ്മളിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമ നാമങ്ങൾ. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ അൽ വഹാബ് എന്ന തിരുനാമത്തെക്കുറിച്ചാണ്. അല്ലാഹുവിന് അൽ വഹാബ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 3 പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അൽ വഹാബ് എന്ന അല്ലാഹുവിൻ്റെ നാമം തേടുന്നതും അർത്ഥമാക്കുന്നതും പ്രതിഫലമോ പകരമോ കാക്ഷിക്കാതെ, പ്രത്യുപകാരം തേടാതെ ദാനം നൽകുന്നവൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ വഹാബ് എന്ന നാമത്തെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകദാലികൽ വഹാബു മിൻ അസ്മാഇഹി ഫൻദുർ മവാഹിബഹു മദൽ അസ്മാനി അഹ്ലുസ് സമാവാതിൽ ഉലാ വൽ അർദി അൻ തിൽകൽ മവാഹിബി ലൈസ യൻഫക്കാനി. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അൽ വഹാബ് എന്നുള്ളത്. കാലഘട്ടങ്ങളായി, കാലാന്തരങ്ങളായി അല്ലാഹു അരുളുന്ന, ചൊരിയുന്ന അവൻ്റെ ദാനവായ്പുകളിലേക്ക് നീ ഒന്ന് കണ്ണോടിക്ക്. വാനങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ എല്ലാം അല്ലാഹുവിൻ്റെ ദാനങ്ങളിൽ നിന്നൊരിക്കലും ഒഴിവല്ല, മുക്തരല്ല എന്ന് ഇവിടെ ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പകരമോ പ്രത്യുപകാരമോ പ്രതിഫലമോ ഒന്നും കാക്ഷിക്കാതെ അരുളുന്നവനും ഏകുന്നവനും ദാനം നൽകുന്നവനുമാണ്. യഥേഷ്ടം അരുളുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരർത്ഥം വഹാബ് എന്ന നാമത്തിന് ഉള്ളതായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ദാനങ്ങൾ അത് വ്യത്യസ്ത നിലക്കാണ്. അതിന് വിവിധ ഇനങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വവഹബ്നാ ലഹും മിർ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ. വവഹബ്നാ ലഹും, നാം അവർക്ക് ദാനമായി നൽകി. അവിടെ വഹബ് എന്നാ പ്രയോഗിച്ചത്, വഹബ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് വഹാബ് എന്നുള്ള നാമം. നാം അവർക്ക് ദാനമായി നൽകി നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് എന്നാണ്. അങ്ങനെ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ, അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യം ദാനമായി നൽകി എന്നാണ്. അള്ളാഹു അവർക്ക് ഉന്നതമായ സൽകീർത്തി നേടിക്കൊടുത്തു എന്ന് പറയാണ്. അപ്പം അള്ളാഹുവിൻ്റെ ദാനം അവൻ അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അരുളുമെന്ന് നൽകുമെന്ന് ഈ വചനം നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും മറ്റും പറഞ്ഞപ്പോൾ പറഞ്ഞു, വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ. സൂറത്ത് മറിയമിൽ വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യ വനാദൈനാഹു മിൻ ജാനിബി ത്തൂരിൽ ഐമനി വഖറബ്നാഹു നജിയ്യ വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ്, വവഹബ്നാ ലഹു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ദാനമായി നൽകി, മിർ റഹ്മതിന, നമ്മളുടെ കാരുണ്യത്താൽ അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യത്തിൽ നിന്ന്, അഖാഹു ഹാറൂന നബിയ്യ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സഹോദരൻ ഹാറൂനെ നബിയായി നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരമൊന്നും കാക്ഷിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ദാനമേകുന്നവനാണ്. അതാണ് വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്, ദാനമാണ് എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനമായി, ഹിബത്തായി സന്താനങ്ങളെ കനിയുന്നവനാണ്. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുറേ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നൊരു വിഷയമാണ്. അള്ളാഹു പറയാണ്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ വയജ്അലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഉടമസ്ഥതയും ആധിപത്യവും അള്ളാഹുവിന് മാത്രമാകുന്നു. അപ്പം ഈ ഉലകത്തിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാകുന്നു. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു. എന്നിട്ട് പറയാണ്, യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ദാനമായി നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ അള്ളാഹു ആൺ പെൺമക്കളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടകലർത്തി നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വന്ധ്യത നിശ്ചയിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ വിഷയങ്ങൾ ഉണർത്താണ്. വാനങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഉടമസ്ഥതയും ആധിപത്യവും അള്ളാഹുവിന് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അത്യുദാരനാണ്, ദാനശീലനാണ്, അവൻ ദാനമായി പേകുന്നവനാണ്. പകരമൊന്നും കാക്ഷിക്കാതെ, പകരമൊന്നും പ്രതീക്ഷിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ അള്ളാഹു കനിയുന്നവനാണ്. അള്ളാഹു എങ്ങനെ കനിയുന്നു? ഈ ആയത്തിൽ പറയുന്നത് യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു.
അപ്പോൾ അള്ളാഹു വഹാബാണ്. വഹാബായ അള്ളാഹുവിൻ്റെ ഹിബത്താണ് പെൺമക്കൾ, അള്ളാഹുവിൻ്റെ ദാനമാണ് പെൺമക്കൾ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകുന്നു. പിന്നെ പറയുന്നത് വയഹബു ലിമൻ യശാഉ ദുകൂർ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ദാനമായി നൽകുന്നു. അള്ളാഹു പെൺമക്കളെയാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ആൺമക്കളെ പറഞ്ഞത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഔ യുസവ്വിജുഹും ദുക്റാന വ ഇനാസ, ചിലർക്ക് അള്ളാഹു ആൺ പെൺമക്കളെ ഇടകലർത്തി നൽകും. ചിലർക്ക് ആൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ആണും പെണ്ണും കുട്ടികളുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിൻ്റെ തേട്ടത്താൽ, യുക്തിയുടെ തേട്ടത്താൽ, നീതിയുടെ തേട്ടത്താൽ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വന്ധ്യതയേകും. അപ്പോൾ ഇവിടെ അള്ളാഹു ദാനമായി നൽകുന്നതിനെ കുറിച്ച് പറയണം. വഹാബായ അള്ളാഹുവിൻ്റെ ഹിബത്ത് പറയാണ്, ആൺമക്കൾ പെൺമക്കൾ. അതുകൊണ്ട് തന്നെ പെൺമക്കൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആരും അലവസരപ്പെടേണ്ടതില്ല. ആൺമക്കൾ മാത്രമാണെന്നതിൻ്റെ പേരിൽ ആരും അലവസരപ്പെടേണ്ടതില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ദാനമാണെന്ന് അംഗീകരിച്ച് വഹാബായ അള്ളാഹുവിൻ്റെ ഹിബത്താണിത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ഖുതുബയിൽ കേട്ടതുപോലെ ജാഹിലിയത്തിൽ പെൺമക്കളാണ് എന്ന് പറഞ്ഞാൽ അലവസരപ്പെടുമായിരുന്നു, മുഖം ചുളിക്കുമായിരുന്നു, മുഖം കറുപ്പിക്കുമായിരുന്നു, മനസ്സ് നിറയെ പകയും വെറുപ്പും പ്രയാസവും കൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജാഹിലിയത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ഭർത്താവിൻ്റെ വിളിപ്പേര് അബൂ ഹംസ എന്നായിരുന്നു. പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ ഗൃഹനാഥൻ ഭർത്താവ് വീട്ടിലേക്ക് വരില്ല. പിന്നെ ഈ സ്ത്രീ പ്രസവിച്ച് കിടക്കുകയാണ്, ഇയാൾ വീട്ടിലേക്ക് വരില്ല, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അന്തി ഉറങ്ങും. അപ്പോൾ ആ പെണ്ണ് പാടി എന്നാണ് വളരെയധികം വിഷമിച്ച് കുണ്ഠിതപ്പെട്ട് പാടിയത്, മാലി അബി ഹംസത ലാ യഅതീന യദല്ലു ഫിൽ ബൈത്തിൽ ലദീ യലീന ഗദ്ബാന അല്ലാ നലിദൽ ബാനീന തല്ലാഹി മാ ദാലിക ഫി ഐദീന വഇന്നമാ നഅഖുദു മാ ഉതീന വനഹ്നു കൽ അർളി ലിസാരിഈന. അവർ പറയാണ്, എന്താ അറിയോ, മാലി അബി ഹംസ, അബൂ ഹംസക്ക് എന്ത് പറ്റി? ഭർത്താവിനെ കുറിച്ച് പറയാണ്. ലാ യഅതീന, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നില്ല. എന്ത് പറ്റി അയാൾക്ക്? യദില്ലു ഫിൽ ബൈത്തിൽ ലദീ യലീന, അയലോക്കത്ത് വന്നിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്, അവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്. ഗദ്ബാൻ അല്ലാ നലിദൽ ബനീന, ആൺകുട്ടികളെ പ്രസവിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് ദേഷ്യത്തിലാണ്. തല്ലാഹി മാ ദാക ഫി ഐദീന, അള്ളാഹുവാണേ സത്യം, ആണിനെ പ്രസവിക്കുക പെണ്ണിനെ പ്രസവിക്കുക എന്നുള്ളത് നമ്മൾ കൈകൾ ഉടമപ്പെടുത്തിയതല്ല. പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ആണിനെ പ്രസവിക്കുക, പെണ്ണിനെ ഉദ്ദേശിക്കുമ്പോൾ പെണ്ണിനെ പ്രസവിക്കുക, ഇത് പറ്റൂല്ലോ, നമ്മളുടെ കയ്യിലുള്ള സംഗതിയല്ല ഇത്. വഇന്നമാ നഅഖുദു മാ ഉതീന, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണോ നൽകപ്പെട്ടത് അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. വനഹ്നു കൽ അർളി ലിസാരിഈന, നമ്മൾ കൃഷി ഇറക്കുന്നവർക്കൊരു ഭൂമി പോലെയാണ്. നമ്മളിൽ എന്താണോ കൃഷി ഇറക്കുന്നത് അതാണ് നമുക്ക് പ്രസവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്തിനാണ് അബൂ ഹംസ ദേഷ്യപ്പെട്ട അയലോക്കത്ത് പോയിട്ട് പാർക്കുന്നത്, പെരേക്ക് വന്നൂടെ എന്ന് ഈ സ്ത്രീ ചോദിക്കണം. പറഞ്ഞു വരുന്നത് എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്, അവൻ്റെ ഹിബത്ത് ദാനമാണ് മക്കൾ. ചിലർക്ക് അള്ളാഹു പെണ്ണിനെ കൊടുക്കും, ചിലർക്ക് അള്ളാഹു ആണിനെ കൊടുക്കും, ചിലർക്ക് ആണിനും പെണ്ണിനും കലർത്തി കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, ഈ ആയത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഹാബായ അള്ളാഹുവിൻ്റെ ഹിബത്ത് ഔദാര്യമാണിത് എന്ന് പറഞ്ഞ് മക്കളാണായാലും പെണ്ണായാലും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിയർ ആലാമുൻ നുബലായിൽ ഇമാം ദഹബി രേഖപ്പെടുത്തുക, ഫാത്തിമ കുട്ടിയുണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞ്, ഖദീജ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറയാണ്, റൈഹാന അശുമ്മുഹ, റൈഹാന എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സുഗന്ധമാണ്. അശുമ്മുഹ, ഞാൻ അതിനെ നാറ്റി ചുംബിക്കും. വരിസ്ഖുഹ അലല്ലാഹ്, ഉപജീവനം അത് അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്ലാദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഫാത്തിമ കുട്ടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള, പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരു പെൺകുഞ്ഞിന്
ജന്മം നൽകി എന്നുള്ളത് അറിഞ്ഞപ്പോൾ അങ്ങനെ ഫാത്തിമ എന്ന് പേരിട്ട് അസ്സഹ്റ എന്ന സ്ഥാനപ്പേര് നൽകി, ഉമ്മു അബീഹ എന്ന വിളിപ്പേര് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിനെ ആദരിച്ചത് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിബത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ സ്വീകരിക്കണം, ഹൃദയ വിശാലതയിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. വഹാബായ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമുക്ക് മക്കൾ എന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായി. മക്കൾ പോലും നഷ്ടപ്പെട്ടു എന്ന് തഫ്സീറുകളിൽ കാണാം. വദ്കുർ അബ്ദന അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. വദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ ദാസനായ അയ്യൂബിൻ്റെ ചരിത്രം നിങ്ങൾ സ്മരിക്കണം. എന്താ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം? ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം. അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, ശൈത്താൻ പീഡനമുറകൾ കൊണ്ടും അവശത കൊണ്ടും എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം അള്ളാഹുവോട് ആവലാതിപ്പെട്ടത്. അഥവാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വലിയ ദീനം, രോഗം പിടിപെട്ടു. ശരീരത്തിൽ സൂചി കുത്താനിടല്ല, അവിടൊക്കെ രോഗം അദ്ദേഹത്തെ പരീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഷെയ്ത്താൻ ഇതുകൊണ്ട് ജനങ്ങളിൽ കളിച്ചു. എന്താ ഷെയ്ത്താൻ ജനങ്ങളിൽ കളിച്ചത്? അയ്യൂബ് നബിയല്ല, വ്യാജം പറയാണ്, കള്ളം പറയാണ്, നബിയാണ് എങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമോ എന്ന് പറഞ്ഞു വരുത്തി. ദാവൂദ് നബിക്ക് നുബൂവത്ത്, ഖിലാഫത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നുബൂവത്ത്, ഖിലാഫത്ത്, എല്ലാവർക്കും എന്താണ് ഇങ്ങനെയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് പറയുന്നു, പക്ഷേ ദീനം മൂത്ത് പ്രയാസപ്പെട്ട് ഇങ്ങനൊരവസ്ഥ. അതുകൊണ്ട് വ്യാജവാദിയാണ്, പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തിയപ്പോൾ അത് വലിയ കഷ്ടതയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, പീഡനങ്ങൾ കൊണ്ട് അവശത കൊണ്ട് ഷെയ്ത്താൻ എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗത്തിനുള്ള ദീനത്തിനുള്ള ചികിത്സയും മറ്റും നിശ്ചയിച്ച് ഉർഖുദു ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്. അദ്ദേഹത്തിൻ്റെ ദീനം മാറാനുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ കുറേ വിഷയങ്ങൾ വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, വർഖുദു ബിരിജ്ലിക്, അയ്യൂബ് നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് തല്ലുക, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, നിങ്ങൾക്കുള്ള കുടിനീരും അതേപോലെ തന്നെ തണുത്ത സ്നാനജലവും ഇതാ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് ആവശ്യമായ ജലം ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട് പറയാണ്. ഏതായാലും എന്നിട്ട് പറയുകയാണ്, വവഹബ്നാ ലഹു അഹ്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നഷ്ടമായ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെ, വമിസ്ലഹും മഅഹും, ആ സ്വന്തക്കാരോടൊപ്പം അത്ര തന്നെ വേറെയും സ്വന്തക്കാരെ, വവഹബ്ന, അല്ലാഹു പറയാണ്, നാം ദാനമായി നൽകി, ഹിബത്തായി നൽകി എന്നാ പറഞ്ഞത്. റഹ്മതൻ മിന്ന, അത് നമ്മളിൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ് നാം നൽകിയത് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബന്ധുക്കൾ നഷ്ടമായി, മക്കൾ നഷ്ടമായി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്തായി, ദാനമായി, വവഹബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ദാനമായിട്ട് നൽകി എന്നാണ്. അഹ്ലഹു വമിസ്ലഹും മഅഹും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ ഹിബത്ത്, യഥേഷ്ടം നൽകുന്നവൻ എന്നാണ്. പകരമോ പ്രതിഫലമോ പ്രത്യുപകാരമോ ഒന്നും കാക്ഷിക്കാതെ ദാനമരുളുന്നവൻ, ദാനവായ്പ നൽകുന്നവൻ എന്നാണ് വഹാബ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്ന് കനിയും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനമായി, ബന്ധുക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളും. അള്ളാഹുവിൻ്റെ ദാനവായ്പിന് ഒരു ഇനമാണ് സന്താനങ്ങളെ നൽകുക, ബന്ധുക്കളെ നൽകുക എന്നുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വവഹബ്നാ ലിദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വവഹബ്നാ ലിദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം
ഹിബത്തായി നൽകി, ദാനമായി നൽകി. അവിടെ വഹബിന എന്ന് തന്നെ പ്രയോഗിച്ചത്. വഹാബായ അള്ളാഹുവിൻ്റെ വഹബ്, ദാനം. ആരാ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ആരെയാ നൽകിയത്? സുലൈമാനെ നൽകി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹുവിൻ്റെ ഹിബത്ത് ദാനമായി നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ വവഹബ്നാ ലഹു ഇസ്ഹാഖ് വയാഖൂബ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഇസ്ഹാഖിനെയും യാക്കൂബിനെയും വഹബിന എന്നാണ് പ്രയോഗിച്ച്. വഹാബായ അള്ളാഹു അവൻ ദാനമായിട്ട് നൽകി എന്നാണ് പറയുന്നത്. ആ വിഷയം ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്ക് ഇവിടെ തുടർന്ന് വരും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം ഹിബത്ത്, ദാനമുള്ളവനാണ്, യഥേഷ്ടം ദാനം കനിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് വഹാബ് എന്നുള്ളത്. അത് സ്വന്തക്കാരായി, ബന്ധുക്കളായി, സന്തതികളായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതിൻ്റെ ഏതാനും ചരിത്രങ്ങളാണ് ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നുബൂവത്തും അതേപോലെ തന്നെ റിസാലത്തും വേദഗ്രന്ഥവുമൊക്കെ അവൻ്റെ ഹിബത്ത് ദാനമായി അള്ളാഹു അരുളുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനെ കളവാക്കി, റിസാലത്തിനെ കളവാക്കി. എന്നിട്ട് അവർ കളവാക്കി പറഞ്ഞ വർത്തമാനങ്ങളിൽ ഒരു വർത്തമാനം, ഞങ്ങൾ ഖുറൈശി കൂട്ടങ്ങൾ, പ്രമാണികൾ, പ്രധാനികൾ ഇവിടെ ഉണ്ടായിരിക്കെ മുഹമ്മദിനാണോ അള്ളാഹു റിസാലത്ത് കൊടുത്തത്, നുബുവത്ത് കൊടുത്തത്? അത് പ്രമാണിമാർക്കും പ്രധാനികൾക്കും പറഞ്ഞതാണ്. എങ്ങനെ മുഹമ്മദിന് കൊടുത്തു എന്ന് അവർ പറയാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനങ്ങൾ നമുക്കിപ്രകാരം വായിക്കാം. എന്താ അള്ളാഹു പറഞ്ഞത്? വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് വൻതലഖൽ മലഉ മിൻഹും അൻ ഇംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ് അഉൻസില അലൈഹി الذിക്റു മിൻ ബൈനിനാ ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖു അദാബ് അഇൻദഹും ഖസാഇനു റഹ്മതി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ ഇറക്കുന്നത്. ഈ സന്ദർഭങ്ങളെ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ അബൂജഹലും അൽ ആസ് ഇബ്നു വായിലും അൽ അസ്വദ് ഇബ്നുൽ മുത്തലിബും അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസും മറ്റും ഒരു മീറ്റിംഗ് കൂടി. എന്നിട്ട് അവർ അബൂ താലിബിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അബൂ താലിബിൻ്റെ അടുക്കലേക്ക് ഇവർ നടിച്ചെന്ന്. എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞ്, യാ അബാ താലിബ് അൻത കബീറുന വ സയ്യിദുന. അബൂ താലിബ്, നിങ്ങളിൽ ഞങ്ങളെ കാരണവരാണ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവുമാണ്. അതുകൊണ്ട് ഫഅൻസിഫ്ന മിൻ ഇബ്നി അഖിക് ഫമുർഹു ഫലിയകുഫ് അൻ ശത്മി ആലിഹതിന വനദ്ഉഹു വഇലാഹു. അതുകൊണ്ട് താങ്കളുടെ സഹോദരപുത്രൻ അഥവാ അബൂ താലിബിൻ്റെ സഹോദരൻ അബ്ദുള്ളാൻ്റെ പുത്രൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദിനോട് അല്പം മിതത്വം പാലിക്കാൻ പറയണം. ഞങ്ങളുടെ ആരാധ്യന്മാരെ മുഹമ്മദ് ചീത്ത പറയണത് നിർത്തണം. ഞങ്ങൾ മുഹമ്മദിനെ വിട്ടേക്കാം, മുഹമ്മദിൻ്റെ ഇലാഹിനെയും ഞങ്ങൾ വിട്ടേക്കാം, ഞങ്ങളൊന്നിനും കൈകാര്യം ചെയ്യാനൊന്നുമില്ല എന്ന് ഇവർ അബൂ താലിബിനോട് പറഞ്ഞു. അപ്പോൾ അബൂ താലിബ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ആളെ വിട്ടിട്ട് റസൂലുള്ളാഹിനെ വരുത്തി. അപ്പോൾ അബൂ താലിബ് റസൂലുള്ളാഹിനോട് പറഞ്ഞ്, യബ്ന അഖി ഹൗലായി മശീഖത്തു ഖൗമിക് വസറാത്തഹും. മുഹമ്മദ്, നിൻ്റെ സമൂഹത്തിൽ ഇവർ കാരണവന്മാരാണ്, ഈ വന്നിരിക്കുന്നവർ, ഇവർ പ്രമാണിമാരുമാണ്, നേതാക്കന്മാരുമാണ്. അവരുടെ ആരാധ്യന്മാരെ ചീത്ത പറയുന്നത് നിർത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അവർ നിന്നെ ഒന്നും ചെയ്യൂല, നിൻ്റെ ഇലാഹിനെ ഒന്നും ചെയ്യൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറഞ്ഞു, യാ അം, പിതൃവ്യ,
അഫല അദുഉഹും ഇലാ മാ ഹുവ ഖൈറുൻ ലഹും, ഞാൻ അവർക്ക് ഗുണകരമായ കാര്യത്തിലേക്ക് വിളിക്കട്ടെ. അപ്പോൾ അബൂ താലിബ് ചോദിച്ചു, ഇലാ മാ തദുഉഹും, ഏത് കാര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറഞ്ഞു, അദുഉഹും ഇലാ അൻ യതകല്ലമു ബികലിമ തദീനു ലഹും ബിഹൽ അറബ് വയംലികുഹും ബിഹൽ അജം. ഞാൻ ഒരു കലിമത്തിലേക്കാണ് അവരെ വിളിക്കുന്നത്. ആ കലിമത്ത് അവർ സംസാരിച്ചാൽ അറബികൾ അവർക്ക് കീഴ്പ്പെടും, അനറബികളെ അവർ ഉടമപ്പെടുത്തും ചെയ്യും. ഒരു കലിമത്ത് മാത്രം അവർ പറഞ്ഞാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അബൂജഹൽ കേട്ട് അബൂജഹൽ പ്രതികരിച്ചത് എങ്ങനെയെന്നറിയോ? മാഹിയ വ അബീഖ് ലനുഅതിയന്നഹ വ അശറത അംസാലിഹ. അബൂജഹലാണ് പറയുന്നത് ലഅനത്തുല്ലാഹി അലൈഹി. എന്താണ് നീ പറയാൻ പറയുന്ന ആ കലിമത്ത്? ഒരു കലിമത്തല്ലേ? ഒരു കലിമത്തല്ല, 10 കലിമത്ത് പറഞ്ഞല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടും, അനറബികളെ നിങ്ങൾ ഉടമപ്പെടുത്തുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അബൂജഹൽ അതല്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ജിഅ്തുമൂനി ബിശ്ശംസി ഹത്താ തദഊഹ ഫി യദി മാ സഅൽതുകും ഗൈറഹ, സൂര്യനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ചെന്നാലും ഇതല്ലാത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അതോടുകൂടി അബൂജഹലും കൂട്ടരും വന്നവർ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് അവർ പറഞ്ഞു, വല്ലാഹി ലനഷ്തുമന്നക് വ ഇലാഹകല്ലദി അമറക ബിഹാദാ, മുഹമ്മദെ നിന്നെ ഞങ്ങൾ തെറി പറയും, ഇതുകൊണ്ട് നിന്നെ കൽപ്പിച്ച് നിയോഗിച്ച നിൻ്റെ ഇലാഹിനെയും ഞങ്ങൾ ചീത്ത പറയും എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ അവിടെ നിന്ന് ഇളകി എന്നാണ്. അവരുടെ വസ്ത്രം കുടഞ്ഞ് എഴുന്നേറ്റു എന്നാണ് മറ്റൊരു റിവായത്തിലുള്ളത്. ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ആ സന്ദർഭത്തിലാണ് സൂറത്ത് സ്വാദിലെ ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. എന്താ ആയത്തിൽ പറയുന്നത്? വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നപ്പോൾ അവർ അത്ഭുതം കൂറി. വഖാലൽ കാഫിറൂൻ, അവിശ്വാസികൾ പറയുകയാണ്, ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇത് മാരണക്കാരനാണ്, വ്യാജവാദിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ പറയും. എന്നിട്ട് അവർ പറയണം, അജഅലൽ ആലിഹത ഇലാഹ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയോ, ഇത് മഹാത്ഭുതം തന്നെ എന്നവർ പറഞ്ഞു. വൻതലഖൽ മലഉ മിൻഹും, അവരിലെ പ്രധാനികൾ പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അനിംഷു വസ്ബിറു അല ആലിഹത്തിക്കും, പ്രധാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടി സംസാരിച്ചതിന് ശേഷം, അബൂ താലിബുമായിട്ടുള്ള ഈ സംസാരത്തിന് ശേഷം പ്രമാണികൾ പോയിട്ട് അവരാളുകളോട് പറഞ്ഞു, അനിംഷു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് ജീവിച്ചോളി, വസ്ബിറു അല ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹുകളെ മുറുകെ പിടിച്ച് നിങ്ങളുടെ ആദർശത്തിൽ നിങ്ങൾ ജീവിച്ചോളിയും. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, മുഹമ്മദിൻ്റെ ഈ പരിപാടികൾ പ്രചരണങ്ങളൊക്കെ ഉദ്ദേശിക്കപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു, മക്കയുടെ ആധിപത്യം കയ്യാളാൻ മുഹമ്മദ് നടത്തുന്ന പരിപാടിയാണ് ഇതൊക്കെയെന്ന്. എന്ന നിലക്ക് അവർ പ്രചരണം നടത്തി. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മതത്തിൽ ഞങ്ങൾ ഈ മുഹമ്മദ് പറയുന്നതൊന്നും കേട്ടിട്ടില്ല. അവസാനത്തെ മതം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കണം ഒന്നുകിൽ ക്രിസ്തു മതമാകാം. കാരണം അന്ന് ക്രിസ്തു മതം എന്ത് ചെയ്തിട്ടുണ്ട്? കോട്ടിമാട്ടി അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ത്രിയേകത്വവും അതേപോലെ തന്നെ പുത്രസങ്കല്പം തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിസ്തു മതത്തെ മാറ്റിയിട്ടുണ്ട്. ഏകദൈവ വിശ്വാസം ഈ അവസാനത്തെ മതത്തിൽ വരെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഈ പ്രധാനികൾ പറഞ്ഞു പരത്താൻ തുടങ്ങി. ഇന്ന ഹാദാ ഇല്ല ഇഖ്തിലാഖ് ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, അവിടെയാണ് നമ്മളുടെ വിഷയം. എന്നിട്ട് ഈ പ്രധാനികൾ പറയാണ്, ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഈ പ്രധാനികളൊക്കെ ഈ മക്കത്തുണ്ട്, എന്നിട്ട് ഞങ്ങൾക്കിടയിൽ മുഹമ്മദിനാണോ നുബുവത്ത് റിസാലത്തൊക്കെ ഖുർആനൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് എന്നവർ ചോദിക്കാൻ തുടങ്ങി. പ്രമാണികളൊക്കെ ഇവിടെ ഉണ്ട്, എന്നിട്ട് അവരൊക്കെ ഒഴിവാക്കിയിട്ട് മുഹമ്മദിനാണോ ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്നവർ ചോദ്യം ഉന്നയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി ബൽ ലമ്മാ യദൂഖു അദാബ്, അല്ലാഹ് പറയാണ് എൻ്റെ ഉത്ബോധനത്തെക്കുറിച്ച് അവർ തികഞ്ഞ സംശയത്തിലാണ്, അവരിതുവരെ ശിക്ഷ എന്ത് എന്നുള്ളത് ആസ്വദിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള വർത്തമാനമാണ് ഈ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അം ഇൻദഹും ഖസാഇനു റഹ്മത്തിൽ റബ്ബിക്കൽ അസീസിൽ വഹാബ്, അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്,
നിന്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ? നിന്റെ റബ്ബെന്ന് പറഞ്ഞാൽ അൽ അസീസിൽ വഹാബ്, എല്ലാം അതിജയിച്ച് നിൽക്കുന്ന ദാനശീലനായ നിന്റെ റബ്ബ്, വഹാബായ റബ്ബ്. ആ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ എന്ന് അള്ളാഹു ചോദിക്കുക. എന്തിനാണ് ചോദിക്കണത്? വഹാബും അസീസുമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ അവരുടെ പക്കലായിരുന്നുവെങ്കിൽ ഓരുദ്ദേശിക്കുന്നവർക്ക് റിസാലത്ത്, ഓരുദ്ദേശിക്കുന്നവർക്ക് കിതാബ്, ഓരുദ്ദേശിക്കുന്നവർക്ക് നുബുവത്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുകൾ അത് വഹാബായ അസീസായ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ വഹാബായ അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് റിസാലത്ത് നൽകും, അവനുദ്ദേശിക്കുന്നവർക്ക് കിതാബ് നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്താൻ. ഇവിടെ നമ്മൾ ഈ ചരിത്രം പറഞ്ഞ് ഈ വചനങ്ങളെ വിശദീകരിച്ചത് എന്ത് മനസ്സിലാക്കാനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വഹാബാണ്. അൽ വഹാബായ അള്ളാഹുവിൻ്റെ ഹിബത്ത്, അള്ളാഹു ദാനശീലനാണ്. അവൻ്റെ ദാനങ്ങൾക്ക് വിവിധ രീതികളാണ്. അള്ളാഹു ദാനമായി നൽകുന്നതാണ് റിസാലത്ത്, അവനുദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹുവിൻ്റെ വേദം അവനുദ്ദേശിക്കുന്നവർക്ക്. ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു ചരിത്രവും ഭാഗവും ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നുബുവത്ത് നൽകിയതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അത് ദാനമായി നൽകി എന്ന് ഉണർത്തുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനുമായി സംസാരിച്ച സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറയിൽ വിശദീകരിക്കുമ്പോൾ ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നിട്ട് ഫിർഔനോട് സംസാരിക്കുകയാണ്, ദഅവത്ത് നടത്തുകയാണ്. അപ്പോൾ ഫിർഔൻ തിരിച്ചു ചോദിക്കുകയാണ്, അലം നുറബ്ബിക ഫീന വലീദ വലബിസ്ത ഫീന മിൻ ഉംരിക സിനീൻ. മൂസ, കുട്ടിയാകുമ്പോൾ നമ്മളല്ലേ നിന്നെ വളർത്തിയത്, ഞങ്ങൾക്കിടയിൽ എത്ര കാലം നീ താമസിച്ചിട്ടുണ്ട്. നീ ചെയ്ത ഒരു ദുഷ്ടകൃത്യമുണ്ട്, നീ നന്ദി കെട്ട് ജീവിച്ചപ്പോൾ എന്ന് ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയാണ്. എന്താ ഫിർഔൻ പറയുന്ന ദുഷ്ടകൃത്യം? കോപ്റ്റിക് വംശജരിൽ നിന്ന് ഒരാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യാൽ അബദ്ധത്തിൽ വധിക്കപ്പെട്ടു. ആ സംഭവത്തെയാണ് ദുഷ്ടകൃത്യമായിട്ട് ഫിർഔൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് പ്രതികരിക്കുന്നത് ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനദ് ദ്വാലിൻ. ഞാൻ എൻ്റെ കയ്യാൽ ഒരു തെറ്റ് അത് വന്നു പോയത് അന്ന് ഞാൻ ബാല്യങ്ങളിൽപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഹിദായത്തില്ല, നുബുവത്തില്ല, അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വഴികേടിലാണ്, അന്നാണ് എൻ്റെ കയ്യിൽ നിന്ന് അത് വന്നു പോയത്. ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും, നിങ്ങൾ എന്നെ പിടികൂടി കൊല്ലുമെന്നുള്ള ഭീതി ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഫവഹബലി റബ്ബി ഹുക്മ, അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ഹുക്മിനെ ദാനമായി നൽകി. വജഅലനി മിനൽ മുർസലീൻ, എന്നെ മുർസലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയി. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് റിസാലത്ത് നൽകുന്നത്, നുബുവത്ത് നൽകുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഫവഹബലി റബ്ബി ഹുക്മ, എൻ്റെ റബ്ബ് എനിക്ക് ഹുക്മ നൽകി എന്നാണ്, നുബുവത്ത് നൽകി എന്നാണ് പറയുന്നത്. ആ നൽകിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വഹബ എന്നാ പ്രയോഗിച്ചത്, ദാനമായി നൽകി. വഹാബായ അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്ത്, ദാനമാണ് റിസാലത്ത് അല്ലെങ്കിൽ നുബുവത്ത് എന്നുള്ളത്. ഈ പ്രയോഗം നമ്മളെ അറിയിക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് നബിമാരെ കുറിച്ച് പറയുമ്പോഴും ഇതേപോലെ അവർക്ക് റിസാലത്ത് നൽകിയതിനെക്കുറിച്ച്, കിതാബ് നൽകിയതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു വഹാബായ അള്ളാഹുവിൻ്റെ ദാനമായിട്ടാണ് അള്ളാഹു അതിനെ അറിയിക്കുന്നത്, അതിനെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ ദാനം അള്ളാഹു ആധിപത്യമായി, നേതൃത്വമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളും എന്നുള്ളതാണ്. അതും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ? വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ് ഖാല റബ്ബി ഇഗ്ഫിർ ലി വഹബ് ലി മുൽകൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ് ഫസഖർനാ ലഹു الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن
ഔ അംസിക് ബിഗൈരി ഹിസാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആധിപത്യം നൽകിയതിനെക്കുറിച്ച് പറയണം. അതിൻ്റെ ഒരു ചരിത്രം സൂറത്ത് സ്വാദിൽ അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: വലക്കത് ഫതന്ന സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം പരീക്ഷിച്ചു. വ അൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നാം ഒരു ജഡത്തെ ഇടുകയുണ്ടായി. സുമ്മ അനാബ്, പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പശ്ചാത്തപിച്ചു മടങ്ങി. ഈ സംഭവത്തിൻ്റെ വിശദീകരണം തഫ്സീറുകളിൽ ഏറെയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചില വീഴ്ചകൾ, പിഴവുകൾ വന്നു. പക്ഷേ അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ചരിത്രങ്ങൾ കുറേ ആ വിഷയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി? ഖാല റബ്ബി ഗഫിർലി, റബ്ബേ നീ എനിക്ക് പൊറുക്കണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. വഹബിലി മുൽക്കൻ, അള്ളാഹുവെ നീ എനിക്ക് രാജഭരണം ദാനമായി നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എങ്ങനത്തെ മുൽക്ക്? ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ കാലശേഷം, എൻ്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച, അത് നീ എനിക്ക് ഹബിലി ദാനമായി നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ തെറ്റ് വന്നു പോയി, അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ റബ്ബി ഗഫിർലി, റബ്ബെ എന്നോട് നീ പൊറുക്കണമേ. വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് ദാനമായി നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീ വഹാബാണ്, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കേട്ടു. ഇവിടെ ഒരു കാര്യം അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, രാജവാഴ്ചയാണ് ചോദിക്കുന്നത്, ദുനിയാവാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ദുനിയാവ് ചോദിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ചോദിച്ചത് ദുനിയാവിനോടുള്ള ആർത്തിയിലല്ല, പിന്നെയോ അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ ഒരു വീഴ്ചയിൽ അള്ളാഹുവോട് അദ്ദേഹം പശ്ചാത്തപിക്കുകയും ദുആ ചെയ്യുകയാണ്. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പൊറുക്കുകയും ചെയ്തു. തെറ്റ് വന്നു, അതിനപ്പുറം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ തന്നെ ഒരു ഇഷ്ടദാസനായി അദ്ദേഹത്തെ തന്നെ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ലക്ഷണം, അടയാളം, അതറിയാനാണ് ഇത് ചോദിച്ചത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അതിനർത്ഥം എന്താ? അദ്ദേഹത്തിൻ്റെ തെറ്റ് അള്ളാഹു പൊറുത്തു, കുറ്റം അള്ളാഹു മാപ്പാക്കി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ച് ഒരു ഇഷ്ടദാസനായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. എന്താ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത്? ഫസഖർനാ ലഹു റീഹ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നിടത്തേക്ക് സൗമ്യമായ നിലയ്ക്ക് സഞ്ചരിക്കുന്ന കാറ്റിനെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ? സുലൈമാൻ നബി എവിടേക്കാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് സഞ്ചരിക്കുന്ന കാറ്റ്, അതും കൊടുങ്കാറ്റല്ല, ചുഴലിക്കാറ്റല്ല, പിന്നെയോ സൗമ്യമായിട്ട് സഞ്ചരിക്കുന്ന കാറ്റാണ്. പിന്നെയോ വശയാതീന കുല്ല ബന്നാഇൻ വഗവാസ്, മുങ്ങൽ വിദഗ്ധരായ, നിർമ്മാണത്തിൽ വിദഗ്ധരായ പിശാചുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, മറ്റു ചില പിശാചുക്കൾ അല്ലാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിതരാണ്. ചങ്ങലകളിൽ ബന്ധിതരായ നിലയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഇനി ആവശ്യം വരികയാണെങ്കിൽ ഇവരെ കെട്ടയച്ച് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ കുറേ പിശാചുക്കൾ അങ്ങനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. മാത്രമല്ല ഹാദ അതാഉൻ, അള്ളാഹു പറയാണ് ഇത് നമ്മളുടെ ഔദാര്യമാണ്. ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, ഇതിൽ നിന്ന് വേണ്ടവരെ അഴിച്ചുവിട്ട് ഔദാര്യം ചെയ്യാം, വേണ്ടവരെ പിടിച്ചു വെക്കാം. ബിഗൈരി ഹിസാബ്, എന്ത് ചെയ്താലും അതിൽ ചോദ്യം ഉണ്ടാകൂല, വിചാരണ ഉണ്ടാകൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു. ഇതാർക്ക് മാത്രമുള്ള പ്രത്യേകത? ഇതാർക്ക് മാത്രം അള്ളാഹു കൊടുത്തതാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മാത്രം കൊടുത്തത്. നോക്കി നിങ്ങൾ ആ കാറ്റിൻ്റെ വിഷയം മാത്രം. കാറ്റ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാറ്റിനെ ചലിപ്പിക്കാൻ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്.
അതും സൗമ്യമായ നിലക്ക്. മനസ്സിലായില്ലേ? കാറ്റുകൊണ്ട് എത്ര തകരാറുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഉണ്ടാകാത്ത വിധം കീഴ്പ്പെടുത്തി കൊടുത്തു. പിന്നെ പിശാചുക്കൾ മുങ്ങൽ വിദഗ്ധരായി, നിർമ്മാണത്തിൽ വിദഗ്ധരായി. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഇതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്താണ്. അള്ളാഹു നീ വഹാബാണ്, അതുകൊണ്ട് റബ്ബി ഹബിലി മുൽക്കൻ, പടച്ചോനെ എനിക്ക് നീ രാജവാഴ്ചയെ ദാനമായി നൽകണമേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേതൃത്വം, രാജവാഴ്ച, ഭരണം, നേതൃത്വം, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഹിബത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിബത്ത് വരും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഇവിടെ ശ്രദ്ധേയമാണ്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുകയാണ്. അപ്പോൾ തിരുനബി പറയാണ്, ഇന്ന ഇഫ്രീത മിനൽ ജിന്നി തഫല്ലത്ത് അൽ ബാരിഹ ലിയഖ്ത അലയ്യ സലാത്തി. റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്, ഒരു പോക്കിരി ജിന്ന് പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന് മുന്നിൽ വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിൻ്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. തിരുനബി പറയാണ്, ഫഅംകനനി അല്ലാഹു മിൻഹു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു. അങ്ങനെ ഫഅഖത്തുഹു, ആ ജിന്നിനെ ഞാൻ പിടികൂടി. ഫഅറത്തു അൻ അർബിതഹു അലാ സാരിയത്തി മിൻ സവാരി അൽ മസ്ജിദ് ഹത്താ തൻദുറു ഇലൈഹി കുല്ലുക്കും. ഞാൻ ആ ജിന്നിനെ പിടിച്ച് പള്ളിയുടെ ചുമരുകളിൽ, തൂണുകളിൽ ഒരു തൂണിൽ ബന്ധിക്കുവാൻ ഉദ്ദേശിച്ചു. എങ്ങനെ? നേരം വെളുക്ക് വന്നിട്ട് എല്ലാവരും നോക്കിക്കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളെല്ലാവരും നോക്കിക്കാണാൻ പര്യാപ്തമായ നിലക്ക് ആ ജിന്നിനെ, ഇഫ്രീത്തിനെ തൂണിൽ ബന്ധിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫദക്കർതു ദഅവത അഖി സുലൈമാൻ, അപ്പോഴാണ് ഞാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ഓർത്തത്. ആ ദുആ എന്താ? റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, പടച്ചോനെ എൻ്റെ കാലശേഷം ഒരാൾക്കും തരപ്പെടാത്ത വിധമുള്ള രാജവാഴ്ച നീ എനിക്ക് നൽകണമേ എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? സുലൈമാൻ നബി പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെയും ശൈത്താന്മാരെയൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തത്. ആ ദുആ ഞാൻ ഓർത്തപ്പോൾ ഫറദത്തുഹു ഖാസിയൻ, ഞാൻ ആ ജിന്നിനെ പിടിച്ചു കെട്ടാതെ ഞാൻ അതിനെ പരാജിതനാക്കിയിട്ട് എന്ത് ചെയ്തു? തള്ളി വിടുകയുണ്ടായി, ഒഴിവാക്കി വിടുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. ഏതായാലും ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദാനമായി നൽകുവാൻ ആവശ്യപ്പെട്ടു രാജവാഴ്ച. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത്, ഇന്നക അൻതൽ വഹാബ്, അള്ളാഹുവേ നീ വഹാബാണല്ലോ, അതുകൊണ്ട് ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദി മിൻ ബഅദി, എൻ്റെ കാലശേഷം, എൻ്റെ ശേഷം ഒരാൾക്കും തരപ്പെടാത്ത രാജവാഴ്ചയെ ദാനമായി നൽകണമേ എന്നാണ് അദ്ദേഹം ദുആ ഇരക്കുകയുണ്ടായത്. അപ്പോൾ അള്ളാഹു അൽ വഹാബാണ്. അൽ വഹാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിബത്തായി, ദാനമായി പലതും അരുളും. അതിൽ അള്ളാഹു അരുളുന്ന ഒന്നാണ് ഭരണം എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അൽ വഹാബ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ദുആകൾ നമ്മൾ പഠിക്കാനുണ്ട്. എന്താ? വിശുദ്ധ ഖുർആനിലൊരു ദുആ ഉണ്ട്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ദുആകൾ പറയുമ്പോൾ അതിലൊരു ദുആയാണ്. അവരിപ്രകാരം പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് ലനാ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കണ്ണുകൾക്ക് കുളിർമ. അപ്പോൾ ഭാര്യമാരിലൂടെ, മക്കളിലൂടെ കണ്ണുകൾക്ക് ഞങ്ങൾക്ക് നീ കുളിർമ. ഹബ് ലന എന്നാണ്. വഹബ എന്ന ക്രിയൻ്റെ കൽപ്പന ക്രിയയാണിത് ഹബ് എന്നുള്ളത്. ഹബ് ലന എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് നൽകണമേ എന്നുള്ള ദുആയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് നീ ഞങ്ങളെ ഇമാമുകളായിട്ട് നിശ്ചയിക്കണമേ എന്ന്. മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമുമാരായിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു മാതൃകായോഗ്യരായിരിക്കും. മുത്തഖീങ്ങൾക്ക് ഇമാമായിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷ്മാലുക്കളും മാതൃകാ പുരുഷന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കാൻ പഠിപ്പിക്കുകയാണ് ഇബാദുർ റഹ്മാൻ്റെ ഈ ദുആ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മറ്റൊരു ദുആ, അർറാസിഖൂന ഫിൽ ഇൽം,
ജ്ഞാനത്തിൽ അഗാധ ജ്ഞാനമുള്ള ആളുകളുടെ ദുആയാണ്. എന്താണ് ആ ദുആ? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറാസിഖൂന ഫിൽ ഇൽമിനെ കുറിച്ച് പറയണം. അറാസിഖൂന ഫിൽ ഇൽമി എന്ന് പറഞ്ഞാൽ എന്താ? അറിവിൽ റുസൂഖുള്ളവർ, നല്ല ദൃഢജ്ഞാനമുള്ളവർ, സുദൃഢമായി അറിവുള്ള ആളുകൾ, അവരെക്കുറിച്ച് പറയാണ്. അവർ ദുആ ചെയ്യും, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ലാ തുസിഗ് ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുതേ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൽ പിന്നെ, വഹബ് ലനാ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ, മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം, ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീ വഹാബാണല്ലോ, നീ പ്രതിഫലം കാക്ഷിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, പകരമൊന്നും കാക്ഷിക്കാതെ ദാനം നൽകുന്നവനാണല്ലോ, വഹാബാണല്ലോ. അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ഹബ്ലന, ദാനമായി നൽകണമേ എന്ന് റാസിഖൂന ഫിൽ ഇൽം, ജ്ഞാനത്തിൽ അറിവിൽ ദൃഢജ്ഞാനമുള്ളവർ ദുആ ചെയ്യും എന്ന് നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നല്ല ദൃഢജ്ഞാനമുള്ളവർ എന്ന് പറഞ്ഞാൽ മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവരുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിക്കരുത്. അപ്പം നമ്മളൊക്കെയോ, നമുക്കെന്ത് അഗാധജ്ഞാനമുള്ളത്? നമ്മൾ അമ്പലത്തിൻ്റെ വക്ക് അടിച്ചിട്ടില്ല. അപ്പം നമ്മൾ എത്ര ദുആ ചെയ്യണം? അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കാഴ്ചയിലാണ്, ദീനിൻ്റെ വിഷയങ്ങളിൽ ബോധമുള്ളവരാണ്, അവർക്ക് അഖീദ എന്ത്, ആദർശം എന്ത്, കർമ്മം എന്ത്, വിഷയങ്ങളൊക്കെ അവർക്ക് അറിയാൻ നല്ല ജ്ഞാനമുള്ളവരാണ്. അങ്ങനെയുള്ളവർ വരെ പറയാണ്, അള്ളാഹുവേ ഹിദായത്ത് നൽകിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിക്കല്ലേ. അപ്പം നമ്മൾ എത്ര ദുആ ചെയ്യണം ഈ ദുആ? അറിവുള്ളവർ എന്ന് നമ്മളുടെ കൂട്ടത്തിൽ പറയുന്നവർ എത്ര ദുആ ചെയ്യണം? അവരുടെ ഇൽമിൽ എത്ര റുസൂഖ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? പലരും അറിവാളന്മാരായിട്ട് അറിയപ്പെടുകയും അവർ പിന്നെ അരപ്പന്മാരാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. കാലുകൾ ഇടറുന്നു, മനസ്സുകൾ പതറുന്നു. അറിവിൽ പേര് കേട്ടവർ ആൾക്കൂട്ടത്തിൽ മോശക്കാരായി മുണ്ടിട്ട് മൂടിയാൽ നാണം മാറാത്ത പേരുകൾ വരുത്തി വെക്കുന്ന യുഗത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകട്ടെ. നമുക്കും അള്ളാഹു ഹിദായത്തും ഇസ്തിഖാമത്തും അരുളുമാറാവട്ടെ. അപ്പോൾ നമ്മളൊക്കെ എത്ര ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ഈ ദുആ. വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്ന ഈ ദുആ നമ്മൾ നിത്യമാക്കേണ്ടതായൊരു ദുആയാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇതേപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്ത നബിമാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ട് നാട് വിട്ട് പലായനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ദുആ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ്, റബ്ബ് എനിക്ക് മാർഗം കാണിക്കും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് പറയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ ഹബിലി മിനസ് സ്വാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് ദാനമായി നൽകണമേ. അള്ളാഹു പറയണം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകിയായ ഹലീമായ സഹനശീലനായ ഒരു കുഞ്ഞിനെ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി, ഇസ്മായിലിനെ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും. വഹബ ലീ അലൽ കിബർ, വാർദ്ധക്യത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് ദാനമായി നൽകി ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും. അദ്ദേഹത്തിൻ്റെ ദുആ നോക്കി നിങ്ങൾ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ എനിക്ക് സാലിഹീങ്ങളിൽ നിന്നുള്ള സന്താനത്തെ ഹബ്ലി ദാനമായി നൽകണമേ എന്നാണ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൽ വഹബലി അലൽ കിബരി ഇസ്മായിൽ വ ഇസ്ഹാഖ് എന്നാണ്, വാർദ്ധക്യത്തിൽ ദാനമായി നൽകി. അള്ളാഹുവിൻ്റെ ദാനം വന്നാൽ, അള്ളാഹുവിൻ്റെ ദാനം അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെന്താ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൽ, ഭാര്യ സാറ വാർദ്ധക്യത്തിൽ, വന്ധ്യതയിൽ, കുഞ്ഞുണ്ടാകാനുള്ള 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഭൗതികതയുടെ കോണ് വെച്ച് നോക്കിയാൽ അത് 3 ഇവിടെ ഉണ്ട്.
ഭർത്താവിന് വാർദ്ധക്യം, ആകെ വാർദ്ധക്യത്തിലാണ്. അതുകൊണ്ടാണ് സാറ പറയുന്നത് ഹാദാ ബാലി ഷെയ്ഖ, എൻ്റെ ഭർത്താവ് വൃദ്ധനാണ്, പടുകിളവനാണ്, എങ്ങനെ കുട്ടി ഉണ്ടാകുന്നു? പിന്നെ അവരാണെങ്കിൽ അജൂസാണ്, വൃദ്ധയാണ്, അവർ അഖീമാണ്, വന്ധ്യയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹാബാണ്. അവൻ്റെ ഹിബത്ത്, ദാനം അവൻ അരുളാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല, പ്രതിബന്ധങ്ങളൊന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നോക്കി നിങ്ങൾ, ഇസ്മായിലിനെ നൽകി, ഇസ്ഹാഖിനെ നൽകി, ഇസ്ഹാഖിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബിനെ നൽകി, യാക്കൂബിൻ്റെ സന്താന പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിനെ നിലനിർത്തി. എത്ര മക്കൾ! അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഹാബാണ്. ഇതേപോലെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത് എങ്ങനെയാണ്? ഹുനാലിക ദഅ സക്കരിയ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക് വന്നത് കണ്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്നറിഞ്ഞതിൽ പിന്നെ അവിടെ വെച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. റബ്ബേ, നിന്റെ പക്കൽ നിന്നുള്ള ഒരു ത്വയ്യിബത്തായ നല്ല സന്താനത്തെ നീ ഹബ്ലി എനിക്ക് ദാനമായി നൽകണമേ. ഇന്നക സമീഉ ദുആ. ഇതാണ് ദുആ. അതേപോലെ മറ്റൊരിടത്ത് കാണാം, വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറാഅതി ആഖിറ ഫഹബ്ലി മിൻ ലദുൻക വലിയ. ബന്ധുക്കളുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി വഷ്തഅല റഅസു ഷൈബ എന്നാണ്. എല്ലുകൾ ശോഷിച്ചു, മുടിയൊക്കെ നരച്ചു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്താണ്. ഭാര്യനെ കുറിച്ച് പറയാണ്, വംറഅതി ആഖിർ, എൻ്റെ ഭാര്യ വന്ധ്യയാണ്. എന്നിട്ടും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നാനോട് പ്രാർത്ഥിക്കുകയാണ്, ഫഹബ്ലി മിൻ ലദുൻക വലിയ, എന്നെ അനന്തരമെടുക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധുവിനെ, ഒരു മകനെ നീ എനിക്ക് ഹബ്ലി ദാനമായി നൽകണമേ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു, സക്കരിയാക്ക് നാം ഉത്തരമേകി. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ എന്ന കുഞ്ഞിനെ നാം അദ്ദേഹത്തിന് വഹബ്ന ദാനമായി നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, വന്ധ്യയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഗർഭധാരണത്തിനും ഒരു കുഞ്ഞിന് ജന്മം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുത്തു. വന്ധ്യത നീക്കി. വാർദ്ധക്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭധാരണത്തിന് പര്യാപ്തമായി പരിഹരിച്ചു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഹാബാണ്. വഹാബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിബത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് നമ്മളെല്ലാവരും എപ്പോഴും ആവശ്യക്കാരാണ്. അള്ളാഹുവിൻ്റെ ഹിബത്ത്, ഔദാര്യം, അതിൽ നിന്ന് നമ്മളൊരിക്കലും ധന്യരല്ല. അതുകൊണ്ട് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് തേടുക. അള്ളാഹു വഹാബാണ്. അവൻ ഹിബത്ത്, ദാനവും ഔദാര്യവും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔദാര്യവാന്മാരാകണം എന്നുകൂടി അള്ളാഹുവിൻ്റെ നാമം നമ്മളോട് തേടുന്നുണ്ട്. പടച്ച തമ്പുരാൻ്റെ ചില നാമങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ പടപ്പുകൾക്ക് ഉണ്ടാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റഹ്മാനാണ്. റഹ്മത്ത് എന്ന വിശേഷണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അത് പടപ്പുകൾക്ക് ഉണ്ടാകുന്നത്. ഇതേപോലെ അള്ളാഹു വഹാബാണ്. അതുകൊണ്ട് തന്നെ ഹിബത്ത്, ദാനശീലം എന്നുള്ളത് പടപ്പുകൾക്ക് ഉണ്ടാകുന്നത് പടപ്പുകൾ ഇഷ്ടപ്പെടും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. നമുക്ക് സ്വാർത്ഥമായത്, വിലപ്പെട്ടത് ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ കാണാം, തിരുനബി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തും. അങ്ങനെ നറുക്ക് വീണ ഭാര്യയാണ് റസൂലുള്ള യാത്രയിൽ കൂടെ കൊണ്ടുപോവുക. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തിരുനബിക്ക് 9 ഭാര്യമാരുണ്ട് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത്. ഈ ഭാര്യമാർക്കിടയിൽ റസൂലുള്ള തൻ്റെ രാവുകളും പകലുകളും വീതിക്കും. ഇന്ന രാവിൽ ഇന്ന ഭാര്യൻ്റെ കൂടെ, ഇന്ന പകലിൽ ഇന്നടുത്ത്, ഇങ്ങനെ വീതിക്കും. ആ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയിഷമ്മ പറയാണ്, ഗൈറ അന്ന സൗദ ബിൻത് സംഅ വഹബത് യൗമഹ വലൈലഹ ലിആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർക്ക് ഇതൊക്കെ വീതിച്ചപ്പോൾ, റസൂലുള്ള രാവുകളും പകലുകളും വീതിച്ചപ്പോൾ, സൗദ ബിന്ത് സംഅ, റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ സൗദ ബിന്ത് സംഅ റളിയല്ലാഹു തആല അൻഹ, വഹബത് യൗമഹ, അവരുടെ പകലിനെയും
വലൈലഹ അവരുടെ രാവിനെയും അവർ ദാനം ചെയ്തു ലി ആയിഷത ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് തബ്തഗി ബിദാലിക റിദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി കിട്ടണം എന്ന് കാക്ഷിച്ചുകൊണ്ടാണ് സൗദ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പകലിനെയും രാവിനെയും ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ദാനം ചെയ്തത് എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിനോടൊപ്പം ഒരു പകൽ കഴിയുക, റസൂലുള്ളാഹിനോടൊപ്പം ഒരു രാവ് കഴിയുക എന്ന് പറഞ്ഞാൽ സൗദ റളിയല്ലാഹു തആല അൻഹ അവരെ റസൂലുള്ള കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രായം കൂടുതലുണ്ട്. 60ഓളം വയസ്സ് അല്ലെങ്കിൽ 60-നപ്പുറം വയസ്സുണ്ട് തിരുനബി അവരെ കല്യാണം കഴിക്കുന്ന നാളിൽ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം കുറേ കാലം ജീവിതം നയിച്ചിട്ടുണ്ട്. സൗദയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി വീട് കൂടുന്നതിന് മുമ്പ് മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. സൗദ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ നാളുകളായപ്പോൾ അവർ കൂടുതൽ വാർദ്ധക്യത്തിലാണ്. മാത്രമല്ല അവർ കുറച്ച് തടിച്ച ഒരു മഹദിയുമായിരുന്നു. എന്നാലും തിരുദൂതരോടൊപ്പമുള്ള ഒരു രാവ് പകലെന്ന് പറഞ്ഞാൽ അവർക്ക് വിലപ്പെട്ടതാണ്, സ്വാർത്ഥമായതാണ്. പക്ഷേ അവർ തൻ്റെ സ്വാർത്ഥതയെ മാറ്റിവെച്ച് ആ രാവിനെയും പകലിനെയും റസൂലുള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഫവഹബത്ത് എന്നാണ് പറഞ്ഞത്. അവർ അത് ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലായി? ഇങ്ങനെ സ്വാർത്ഥമായതിനെ ദാനം ചെയ്യുവാനുള്ളതായ ഒരു മനസ്ഥിതി, അത് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരുണത്തിൽ ഉണർത്തുവാനുള്ളത്. വഹാബ് എന്ന പേര് വായിച്ചപ്പോൾ ഒരു തമാശക്കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു സാധു മനുഷ്യൻ അയാളൊരു ദാനം ചെയ്ത കഥയാണ്. ആർക്കാ ദാനം ചെയ്തത്? ഒരു ഏഷണിക്കാരന്. ഒരു സാധു മനുഷ്യൻ രാജകൊട്ടാരത്തിൽ ചെല്ലും. എന്നിട്ട് രാജാവിൻ്റെ പാദരക്ഷയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം രാജാവിനോട് അയാൾ പറയും, അഹ്സിൻ ഇലൽ മുഹ്സിനി ബി ഇഹ്സാനി, നന്മ ചെയ്തവർക്ക് നീ നന്മ പകരമായി കൊടുക്ക്. വൽ മുസി സതക്ഫീഹി മസാവീഹി, തിന്മ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവരെ പിടികൂടാൻ പോകേണ്ടതില്ല. തിന്മ ചെയ്തവന് ആ തിന്മ തന്നെ പ്രതിഫലം കൊടുത്തോളും. നന്മ ചെയ്യുന്നവർക്ക് നിങ്ങളെന്തേലും പ്രതിഫലം കൊടുത്തോളിയും എന്ന് രാജാവിനോട് അയാൾ പറയാറുണ്ട്. എന്താ സംഭവിച്ചത്? ഈ വ്യക്തി രാജാവിനെ ഉപദേശിച്ചിട്ട് ഈ പാദരക്ഷ വൃത്തിയാക്കണ ഈ ജോലി ചെയ്യുന്നത് ഒരു അസൂയാലു കണ്ടു, ഒരു വ്യക്തി കണ്ടു. അയാൾ അസൂയാലുകാരൻ. അയാൾ എന്ത് ചെയ്ത്, ഈ വ്യക്തിനോടുള്ള അസൂയ കാരണത്താൽ രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങളെ ചെരുപ്പ് വൃത്തിയാക്കി തരുന്നുണ്ട്, നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട് അയാൾ എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അയാൾക്ക് നിങ്ങളോട് വലിയ മതിപ്പൊന്നുമില്ല. നിങ്ങളുടെ തൊള്ള മണക്കുന്നുണ്ട്, ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ നാട്ടിൽ കൂടിയൊക്കെ പറഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര ഇടുങ്ങേറ്. അങ്ങനെ അയാൾ പറയേ, അങ്ങനെ പറയും, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങളെ മുന്നേക്ക് വരുമ്പോൾ നിങ്ങളെ അടുത്തേക്ക് വിളിച്ചാൽ മതി, അപ്പോൾ ഇങ്ങനെ വായ പൊത്തണത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഈ അസൂയക്കാരന് ഏഷണിക്കാരന് ഇത് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്ത്, ഈ ചെരുപ്പ് വൃത്തിയാക്കണമെങ്കിൽ നല്ല മനുഷ്യനെ തൻ്റെ പെരയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്ത്, നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കൊടുത്ത്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ തിന്ന് ഇയാൾ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾക്കൊരു പേടിയുണ്ട്, രാജാവറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വെളുത്തുള്ളിയൊക്കെ മണക്കുമോ രാജാവിന്, എന്ത് ചെയ്യും, ഇങ്ങനെ ഉണ്ട്, ഒരു പേടിയുണ്ട്. ഏതായാലും രാജാവ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന്, അപ്പോൾ രാജാവ് എന്ത് ചെയ്ത്, ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം വായ പൊത്തുണ്ടോയെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, ഈ മനുഷ്യനെ വിളിച്ച്. അയാൾ എന്നും പണ്ടുമില്ലാത്തൊരു വിളി രാജാവ് വിളിച്ചപ്പോൾ അയാൾ ഇടങ്ങേറായി. അയാൾ എന്ത് ചെയ്ത്, ഇനി രാജാവിന് വെളുത്തുള്ളി മണക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ വായ പൊത്തിയിട്ട് രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ രാജാവ് ആ മറ്റേ ചങ്ങായി പറഞ്ഞത് ശരി തന്നെയാണ്, ഇവൻ്റെ തൊള്ള മണക്കുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം തൊള്ള പൊത്തുന്നത്, വായ പൊത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, രാജാവ് അന്നെന്താ ചെയ്ത്, ഒരു കത്ത് എഴുതിയിട്ട് ഇവനെ തൻ്റെ ഒരു ഗവർണറുടെ അടുക്കലേക്ക് കത്ത് കൊടുത്തിട്ട്, സാധാരണ രാജാവ് പല പാരിതോഷികവും സമ്മാനവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കത്ത് കൊടുത്ത് വിടുക. ഇതിലെന്താ രാജാവ് എഴുതി അറിയോ, ഇവൻ ദുഷ്ടനാണ്, ഇവനെ കൊന്ന് തൊലി ഉരിച്ച് അതിൽ വൈക്കോൽ നിറച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കാൻ പറഞ്ഞു. അതാണ് കത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്ത് വിട്ടത്. അങ്ങനെ ഈ നല്ല മനുഷ്യൻ കത്ത് വാങ്ങിയിട്ട് പോവുകയാണ് ഗവർണറുടെ അടുക്കലേക്ക്. കത്തിലെന്താ ഉള്ളത്, ഇവനെ കൊല്ലാനാ. പക്ഷേ ഈ വ്യക്തി നല്ല മനുഷ്യൻ വിചാരിച്ച അയാൾക്ക് ഇതൊന്നും അറിയില്ല. അയാൾ വിചാരിച്ചത് ഇതിൽ വല്ല പാരിതോഷികവും തരാൻ വേണ്ടിയിട്ട് തന്ന കത്താണെന്ന് വിചാരിച്ചിട്ട് ഇതായിട്ട് പോവുകയാണ്. പോകുമ്പോൾ മറ്റേ അസൂയക്കാരന് വൈക്കെന്ന് കണ്ട്, അപ്പോൾ രാജാവിനെ കണ്ടില്ല. കണ്ട് എന്ത്, അതാ രാജാവ് എനിക്കൊരു കത്ത് തന്നിക്കണ്, പാരിതോഷിക ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇത് അവിടെ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് തന്ന കത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസഹ്യകാലുവിന് വീണ്ടും അസഹ്യത. അയാൾ പറഞ്ഞത്, ഈ ആ കത്ത് ഉണ്ട് തന്നാൽ ഞാൻ കൊണ്ടുപോയി കളാം, എന്നിട്ട് ഞാൻ നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്ത് കത്ത് പിടിച്ചു വാങ്ങിയിട്ട് ഓടി.
അവിടെ ചെന്ന് തുറന്നു പോയിട്ട് അയാൾ ഗവർണർ വായിച്ച് പറഞ്ഞു, ആ ഇതിലുള്ള നല്ല പരിപാടിയാണല്ലോ, എന്തായാലുള്ളത് സമ്മാനം തരാനല്ല, അല്ല അന്നെ കൊന്ന് തൊലി ഉരിച്ച് ഇതിൽ വൈക്കോൽ നിറച്ചിട്ട് തിരിച്ചയക്കാനാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല, അല്ലല്ല അത് എന്നാ അങ്ങനെ പ്രശ്നമാണ്, രാജാവിനോടൊന്നും കൂടി ചോദിക്കണം. അങ്ങനെ അല്ലല്ല, രാജകൽപ്പനയാണ്, അത് തിരിച്ചയക്കാൻ പറ്റൂല, കിടക്ക അവിടെ നിന്നാണ് അറുത്ത് തൊലി ഉരിച്ച് വൈക്കോൽ നിറച്ച് തിരിച്ചയച്ചെന്നാണ്. അവിടെ തിരിച്ചയച്ച് മനസ്സിലെ ഏഷണിക്കാരന് ഏഷണി കൊണ്ട് അയാൾക്കാണ് ഉപദ്രവം, അപകടം എന്നുള്ളതാണ്. അവിടെ ഈ കത്ത് പിന്നെ ചരിത്രം വായിച്ചപ്പോൾ ഇത് രാജാവിൻ്റെ ഹിബത്ത്, സമ്മാനമാണ്, ഇതെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് എന്നാണ് ആ നല്ല മനുഷ്യൻ പറഞ്ഞത്. എന്നാ ആ സമ്മാനം എനിക്ക് തന്നളാ, രാജാവിൻ്റെ ഹിബത്ത് എനിക്ക് തന്നളാ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയിട്ടാണ് മറ്റാൾ ഓടുകയും ഉണ്ടായത്. ഏഷണി അത് പറഞ്ഞു നടക്കുന്നവർക്ക് അവർ ശവക്കുഴി തോണ്ടാണ് ചെയ്യുന്നത്, അവർക്ക് അതിൻ്റെ വിപത്ത് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളെ അറിയിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മറ്റൊരു നാമം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മഗ്രിബിക്ക് ശേഷം നമ്മളിവിടെ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗ്ഗത്തിൽ ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.